കൺസീൽഡ് സീലിംഗ് ബോക്സുകളുണ്ട്, പ്ലാസ്റ്റിക് ബോക്സ്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരെണ്ണത്തിന് 320 രൂപയുടെ കോസ്റ്റ്. ആ ബോക്സ് നമുക്ക് കോൺക്രീറ്റിൻ്റെ ടൈമിൽ തന്നെ ബാറിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യാം. കോൺക്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കട്ട് സർക്കുലറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ലൈറ്റ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ സീലിംഗിൽ ലൈറ്റ് നിൽക്കുന്നത് പോലെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ആരും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇനി അതൊന്നും വേണ്ട, ഇലക്ട്രിക്കൽ വയർ മാത്രം വന്നാൽ പോലും കുറച്ചും കൂടി ബൾക്ക് ഹെഡ് ആയിട്ടുള്ള സീലിംഗ് ലൈറ്റ്സ് ഉണ്ട്. ഉള്ളിലേക്ക് കൺസീൽഡ് ആയി പോവില്ല, പക്ഷെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു, അത് കൊടുക്കാം. പിന്നെ പല ലൈറ്റിംഗ് ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ അതിനവിടെ ഇലക്ട്രിക് പോയിന്റ് വരണം, അതിന് ഇലക്ട്രിക്കൽ ഡ്രോയിങ് വേണം. ചില സ്ഥലങ്ങളിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ് തന്നെ ഇൻറ്റീരിയർ ഫോക്കസ് ചെയ്യാതെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് കൊടുക്കും. അപ്പോൾ എന്താ, കബോർഡിൻ്റെ ഡോറ് തുറന്ന പാട് തന്നെ ആയിരിക്കും ഈ ലൈറ്റിംഗ് പോയിന്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡോറ് തുറക്കുമ്പോൾ ഇതുമ്പോഴൊക്കെ വേവറിങ് വരും. ചിലത് ഫാനിൻ്റെ താഴെയായിരിക്കും. ഫാനിൻ്റെ ഒരു സർക്കുലർ ഏരിയ ഉണ്ടല്ലോ, അതിലേക്ക് ചെറുതായിട്ട് വരുമ്പോൾ ഫാൻ കറങ്ങുന്ന ടൈമിൽ അതിൻ്റെ ഫ്ലിക്കറിങ് വരും, അതായത് എഫക്റ്റ് ആവും. അപ്പോൾ ഇത് ഇൻറ്റീരിയറിൻ്റെ സ്പേസ് പ്ലാനിങ്ങും പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ പോയിന്റ്സ് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, കറക്റ്റ് ലൈറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം റിലേറ്റഡ് ആണ്.